പ്ലാസ്റ്റിക് രഹിത പഞ്ചായത്ത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് കാണുന്നതൊക്കെ പ്ലാസ്റ്റിക്കാണ്. ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് രഹിത പഞ്ചായത്ത് അത്ര. പിന്നെ ഇത് വന്നിട്ട് ഒരു കടയാണ്. ഇതിൽ തേങ്ങ, അമ്പലത്തിലേക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും കൊടുക്കുന്ന ഒരു ചെറിയൊരു പെട്ടിക്കട പോലെയാണിത്. പക്ഷേ ഇത്രയ്ക്ക് വൃത്തിഹീനമായ ഈ ചാക്ക് കെട്ടുകളൊക്കെ വെച്ചോട്ടാണ് ആ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അതും ഇവിടെ ഈ അമ്പല നടയിൽ തന്നെയാണ്. അട്ടപ്പാടി ശ്രീ മല്ലീശ്വര ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ് ഇത്രയ്ക്ക് വൃത്തിഹീനമായിട്ട് ഇങ്ങനെ വൃത്തിഹീനമായി കിടക്കുന്ന ഇതിനുള്ളിലാണ് ഓരോ സാധനങ്ങളെടുത്തിട്ട് ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആരോഗ്യപ്രവർത്തകർ ഇതൊക്കെ നടപടി എടുക്കേണ്ടതാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ഇതെല്ലാം ഇത്രയ്ക്ക് വൃത്തിഹീനമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനെതിരെ എന്ത് നടപടിയാണ് ഇവരെടുക്കുന്നത്? പരാതികൾ കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, അഗളി പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടും യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെ അമ്പലത്തിൻ്റെ മുൻവശത്താണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് അമ്പലത്തിലേക്ക് ആവശ്യമായ പൂജാ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. ഈ വൃത്തിഹീനമായ ഇതിൽ നിന്നാണ് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. കണ്ടോ? ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഏർപ്പാട്. ഇത് അമ്പലമാണ്. ഈ അമ്പലത്തിൽ തൊഴുത് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടെ ഇങ്ങനെ കൂടാരം കെട്ടി ഒരു വൃത്തിമെനയില്ലാതെയാണ് ഇവിടുന്ന് സാധനങ്ങളൊക്കെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. പഞ്ചായത്ത് ഇതിനെതിരെ എന്തിനാണ് നടപടി എടുക്കാത്തത് എന്നാണ് ആലോചിക്കുന്നത്. ആരെയാണ് പേടിക്കുന്നത് പഞ്ചായത്തുകാർ? പോലീസിൽ പരാതി കൊടുത്തു, പഞ്ചായത്തിൽ പരാതി കൊടുത്തു, എന്നിട്ട് ഒരു നടപടിയില്ല.